ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ് ഓഫ് യുവേഴ്സ്. അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ UK വന്നിട്ട് ഏകദേശം 7 മാസമായിരിക്കുകയാണ്. 7 മാസത്തിന് ശേഷം ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താ പറയുക, കുറച്ച് റീസൺസ് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:40 ആയിട്ടുള്ളൂ. ഇതാണ് സ്റ്റാറ്റ്ഫോർഡ് സ്റ്റേഷൻ. ഇവിടെ ഒരു ആഡ് കാര്യങ്ങൾ പോകുന്നതാണ്. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഒരു മാൾ, വെസ്റ്റ്ഫീൽഡ് മാളാണിത്. അപ്പോൾ എന്താണ് എനിക്കിവിടുന്ന് ബസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് 8:20 സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ട് വരുന്നത്. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് 10:50 ഫ്ലൈറ്റ്, ബട്ട് 10:05 ഗേറ്റ് ക്ലോസ് ചെയ്യും. നമ്മുടെ ബസ് അവിടെ എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 8:20 ബസ്. പക്ഷേ 9:10 എത്തും. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ബട്ട് വഴി ആണെന്ന് അറിയത്തില്ല ഗൈസ്, മാപ്പ് നോക്കണം. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്നാച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഫോൺ കാണില്ല, അമ്മാതിരി. അങ്ങനെ പുതിയ ഫോൺ മേടിച്ച് പോയിട്ടുള്ള ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. ബട്ട് എൻ്റെ ഗോപ്രോയ്ക്ക് കയ്യിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം സേഫാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബട്ട് വലിയ ഡെവലപ്ഡ് കൺട്രിയൊക്കെയാണ്. ബട്ട് ഇതാണ് വെസ്റ്റ്ഫീൽഡ് മാള്. ഉള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ പ്രീമിയം സ്റ്റോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. H&M, ആപ്പിള്, സാറ. പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊന്നും കറക്റ്റാണെന്ന് അറിയില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പാർട്സായിട്ട് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബസ് ഇറങ്ങി ഏകദേശം 3 മിനിറ്റ് നടന്നതിന് ശേഷം ഭയങ്കര ഒരു ഫോർമലായിട്ട് തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ബസ് ഇറങ്ങി നടന്ന ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിവിടെ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് 20 വരുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ലായിരുന്നു. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. എവിടെ നിന്നാണ് കയറുന്നത്, കോച്ച് അങ്ങനെ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ ഇതാണ് ആക്ച്വലി സ്റ്റോപ്പ് വരുന്നത്. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്കുള്ളത് A9. നമ്മുടെ നാഷണൽ എക്സ്പ്രസ് അതാണ് A9. പക്ഷേ ഇവിടുത്തെ രാവിലെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സമയം ഒരു ഏകദേശം ഒരു 8 മണിയാണെന്നുള്ളൂ. പക്ഷേ മഴയൊക്കെ പെയ്ത് നല്ലൊരു, നമ്മൾ ഈ സിനിമയിലെ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം. നല്ല രസമുണ്ട്. അധികം വണ്ടികളോ കാര്യങ്ങളോ ആൾക്കാരോ ഒന്നുമില്ല. ഫ്ലോറ് മൊത്തം ഇങ്ങനെ മഴ നനഞ്ഞ് ആകെ നമ്മൾ ഇതൊക്കെ അടിപൊളി ഒരു ഫ്രെയിമാണ് അല്ലേ. നല്ല രസമുണ്ട് ഇവിടുത്തെ ഇത്. അപ്പോൾ എന്താണെങ്കിലും ബസ് 8:20 ഇപ്പോൾ സമയം 8 മണി ആവുന്നുള്ളൂ. ഇനി ഏകദേശം 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെറുതെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരെ നമുക്ക് ബസ് വന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഏകദേശം ഒരു 30 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം A9 വന്നു. അതിനകത്ത് കയറി. ഞാനൊരു സീറ്റ് കയറി ഇരുന്നിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ റിസർവേഷൻ ഉണ്ടോ, സീറ്റിന് റിസർവേഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്നൊരു 50 മിനിറ്റത്തെ ട്രാവലാണ്. 9:10 നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് എത്തും. ഞാൻ ഓൾറെഡി പറഞ്ഞു 10:05 നമ്മളിത് ക്ലോസ് ചെയ്യും. ഏകദേശം ഒരു 50 സീറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് മുൻകൂട്ട്. എന്താണെങ്കിലും നമുക്ക് പുറപ്പെടാം. സമയം 11 ആയിട്ടുള്ളൂ. 9 മിനിറ്റോട് കൂടി ഇരിക്കും. നമ്മൾ ഏകദേശം 50 മിനിറ്റ്സ് ട്രാവൽ കഴിഞ്ഞ് ഇവിടെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന നാഷണൽ എക്സ്പ്രസ് A9. ഒരു ചെറിയൊരു എയർപോർട്ടാണിത്. ആക്ച്വലി ചെറുതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഒറ്റ ടെർമിനലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടുന്ന് നേരെയാണ് ഇത് വരുന്നത്. ഞാൻ പിന്നെ ഹെഡ്സെറ്റ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. വലിയ തണുപ്പില്ല, ഓക്കെയാണ്.
ഔട്ടർ ലണ്ടൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. എന്താണെങ്കിലും നമുക്ക് പോയിട്ട് ചെക്കിൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് പിന്നെ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഇൻസൈഡ് UK തന്നെയല്ലേ. അപ്പം ഓൺലൈൻ ചെക്കിൻ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയോ ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ചെക്കിൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്താണെങ്കിലും അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിനുള്ളിൽ കയറി. പിന്നെ അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ലിക്വിഡായിട്ടുള്ള ഐറ്റംസൊക്കെ ഇതാണ് പറയുന്ന പോലെ 100 ml പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് സാധനങ്ങളൊക്കെ അതൊക്കെ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം എനിക്കാണെങ്കിൽ ഒരു പിടി കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇതിനുള്ളിൽ കയറാമായിരിക്കും. എനിക്കധികം ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. സോ ഡയറക്റ്റ് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പം ഞാൻ ഫസ്റ്റ് ടൈം UK വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് യുവർ ജാക്കറ്റ്, ടേക്ക് ഓഫ് യുവർ വാട്ട് ഈസ് ദാറ്റ് ബെൽറ്റ്, ഷൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കയറുന്നതിന് മുമ്പ് ജാക്കറ്റ്, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ ലിക്വിഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗിൽ നിന്ന് അധികം കാര്യങ്ങൾ നിർത്തി പുറത്തുണ്ടെന്ന് വന്നില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കണം. എങ്ങോട്ടാണെന്നറിയില്ല, ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പം അവിടെ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് കിടക്കുന്നത് കാണാം. ദൂരെ ചെറുതായിട്ടൊന്നും കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഫോണിൽ നോക്കട്ടെ. അത് നോക്കിയില്ല. ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ പോകേണ്ടത് 9:55 ഗേറ്റിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രസം. അപ്പോൾ ഇപ്പം ഡ്യൂട്ടി ഫ്രീയിലാണുള്ളത്. ഇവിടെ കുറേ സ്പ്രേ കാര്യങ്ങൾ, സ്പ്രേ അല്ല പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോകേണ്ടത് 81 എന്ന് പറഞ്ഞ ഗേറ്റിലേക്കാണ്. ആ സൈഡ് മൊത്തം കുറേ ആൽക്കഹോളിക് ബദറുള്ളൊരു സ്ഥലമാണ്. അവിടെ മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ. ബോട്ടിൽ നമുക്കിത് ട്രൈ ചെയ്യാനുള്ള പേപ്പറൊക്കെ എവിടെയാണ്? ഇവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒന്നും മേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. UK നമ്മൾ കാണാത്തല്ലോ. കുറേ കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാ. ഇതിന് എത്ര വില? 37 പൗണ്ട്. 45,000, ഇപ്പം 37.50. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് പോവാം. കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചില്ലല്ലേ. സോറി ഗായ്സ്, മൈ ബാഡ്. ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 20%, 50%, 70% അങ്ങനെയൊക്കെ. ഇതൊക്കെ എടുക്കുന്നു ഗായ്സ്. റയനെയർ ഫ്ലൈറ്റ്. ഐ തിങ്ക് ഈ 3 ഏതോ ഒരെണ്ണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ്
ആ അവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെയുണ്ട്. വളരെ ചെറിയൊരു നല്ല അടക്കവും ഒതുക്കമുള്ളൊരു എയർപോർട്ട്. 81. You want to go to 81? എന്താണെങ്കിലും നേരത്തെ ഇറങ്ങിയ നന്നായി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടുള്ള ബസ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത് ഏകദേശം 1.5 മണിക്കൂർ മുമ്പ്. അതായത് ചെക്കിൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണ് പ്രോസസ്സ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചെക്കിനല്ല, നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 10-20 മിനിറ്റ് അവിടെ നമുക്ക് വേണ്ട വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെങ്കിൽ അത്ര നല്ലതാണല്ലോ. ഫ്ലോറൊക്കെ സ്ലിപ്പറിയാണ്. ഇനി എന്തായാലും ബാക്കി ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ റയനെയറിന് പകരം പോയി ചെയ്യുന്നത് സ്പേസ് ജെറ്റിൻ്റെ അവിടെ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ഫ്ലൈറ്റ് കയറി, സീറ്റ് കിട്ടി. നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ്, 2 വിൻഡോ ഉണ്ട്. പക്ഷേ ചിറക് വരുന്നോടെ ടൈപ്പ്. പക്ഷെ കുഴപ്പമില്ല, നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഞാനാകെ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 10:15 എഡിൻബർഗിലേക്കുള്ള സ്പേസ് ജെറ്റിനോട് പോയിരുന്നു. ആക്ച്വലി 10:35 റയനെയറിൻ്റെ അവിടെയായിരുന്നു പോകേണ്ടത്. 29 വരേണ്ടത് പകരം ഞാൻ പോയിരുന്നത് 83. എന്നിട്ട് പിന്നെ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് സ്പേസ് ജെറ്റാണ്, റയനെയറിൻ്റെ അല്ല. ഞാനാണെങ്കിൽ പാട്ട് കേട്ട് അങ്ങനെ ഒരു ഇതിനകത്ത് ഇങ്ങനെ പോയിരുന്നു. അപ്പം ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഇടയ്ക്കുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം. ഫോണ് ഇലക്ട്രോണിക് ഡിവൈസ് ഓഫാക്കി പറയുന്നുണ്ട്. Your hand baggage must be securely stowed in the overhead locker or under the seat in front of you, and it must not block any aisle or exit. Now please ensure that your seatbelt is securely fastened, tray table folded, armrests down and window blinds open. For your safety, we recommend that you keep your seatbelt fastened at all times. Portable electronic devices such as tablets and mobile phones in flight mode may be used throughout the flight. Please select flight mode now and hold your device securely or place it in a pocket. If your device or its battery is damaged, hot, produces smoke, is lost or falls into the seat structure, please inform the cabin crew immediately. Larger devices, including laptops, must be switched off and stowed in your cabin baggage for takeoff and landing. Thank you for your attention. Please sit back, relax and enjoy the flight. Nice runway, Sisha. അപ്പോൾ ഇതാ ഗൈസ്, വിമാനം നമ്മൾ പൊക്കിയും തത്തിയും കളിക്കാൻ പോവുകയാണ്. റൺവേയിലോട്ട് കയറി പതുക്കെ നമ്മൾ ഫ്രണ്ടിൽ നേരെ ഇങ്ങനെയുള്ള വ്യൂട്ടാണ് അടിപൊളിയായിരുന്നു. 2 വിൻഡോ ഉണ്ട്, ഈ വിൻഡോ ഉണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഫ്ലൈറ്റിന് ശേഷം എത്തിയിരിക്കുകയാണ്. പറഞ്ഞാലും 5 മിനിറ്റ് മുന്നേ പൈലറ്റ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഇവിടെ കുറേ കിടപ്പുണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി. സ്കോട്ട്ലാൻഡ് UK പോലെ അല്ല,
നല്ലൊരു ഗ്രീനറിയും ഇത്രയും നല്ലൊരു വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വെയിൽ പോയി. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ക്യൂ നിൽക്കുകയാണ് എൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ ഗായ്സ് സ്കോട്ട്ലൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി ടിക്കറ്റ് ചെയ്യാൻ ഇറങ്ങി. ഇതാണ് ടിക്കറ്റ് വരുന്നത്, £7.50. അത് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കാൻ പറ്റില്ല. നല്ലൊരു വ്യൂ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലാണ് കയറി പോകേണ്ടത്. വെള്ളമൊക്കെ അടിച്ചിട്ട് പോകலாம். അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ ഫേമസ് ഒരു ക്രിസ്മസ് മാർക്കറ്റാണിത്. നൈറ്റല്ല, ആക്ച്വലി സമയം ഒരു 7 മണിയായിട്ടുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒരു ജയൻറ്റ് വീലുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു കറങ്ങുന്ന സാധനമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ എഡിൻബർഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ആക്ച്വലി ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ റൂമിലും എന്തോ ഇനി അങ്ങോട്ട് നോക്കൂ ഗായ്സ്, ക്രിസ്മസ് പപ്പാൻ്റെ കൂടെ കുറേ ഗേൾസ്. അതെന്താണത്? No, creo que ya, cuando le trata que te va a caer. O sea, no, pero es que se siente que está fuerte, que no está suavito, está fuertecito. Ojo, cuidado que no veo nada de... ഇതൊരു ഇലൂഷനാണ്. ഇത് ശരിക്കും കറങ്ങുന്നു. ഏതാ? Those are really good for marinating. എരിവും മധുരമുള്ള പാട്ട് അതിലിടട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അല്ലേ? വലിയ പേടിയൊന്നുമില്ല. നമ്മൾ രണ്ടും കിട്ടുന്നുണ്ടോ? അക്ഷയ് എവിടാ? തൊപ്പി മാറിപ്പോവോ? അക്ഷയ് അക്ഷയ് കഴിഞ്ഞ ഇത്ര ഉള്ളൂ? ഇല്ല, ഒരു റോഡ് കൂടി വരും. പെട്ടെന്ന് പൊങ്ങി കറങ്ങത്തില്ല. അക്ഷയനെ കാണുന്നില്ലല്ലോ. അക്ഷയ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. എവിടെ? നേരെ ഓഫീസോടാ.
കൂടെ നോക്കണോ കണ്ണടിച്ച് രാമരാമെന്നൊക്കെ. ഗൈസ് ദിസ് ഈസ് ജസ്റ്റ് ഓസം. അടിപൊളി. നിങ്ങൾ എന്തിനാണ് എന്നെ തന്നെ കണ്ടിരിക്കുന്നത്? എഡിൻബർഗ് സിറ്റി. നമ്മളിത് കത്തെടുത്ത് കാലോട് തൊട്ട് നല്ല തണുപ്പുണ്ട് ഗായ്സ്. ബട്ട് ഞങ്ങൾക്ക് പേടിയില്ല. കണ്ണിലല്ലത് നല്ല തണുപ്പാണ്. ഐസാണ്. അപ്പോൾ അതായിരുന്നു ഗായ്സ് എഡിൻബർഗിലെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ദൃശ്യങ്ങൾ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഷോപ്സ് കാര്യങ്ങൾ, അതായത് ഇഷ്ടം പോലെ നമുക്കിപ്പം ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ആൻറ്റി ക്രാഫ്റ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ കാര്യങ്ങൾ. പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു ഊഞ്ഞാൽ കാര്യങ്ങൾ. നല്ല രസമുണ്ട്.